അമ്പലമുക്ക് വിനീത കൊലപാതകത്തിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ എന്ന കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം നമ്മൾ എത്തും. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെ തോവാള സ്വദേശിയാണ് ഈ രാജേന്ദ്രൻ. 2022 ഫെബ്രുവരി 6-ന് പട്ടാപ്പകലുണ്ടായ സംഭവത്തിലാണ് കോടതിയുടെ വിധി. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ. ഷഫീദ്, പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഒരുപക്ഷെ പട്ടാപ്പകൽ തിരുവനന്തപുരം നഗരമധ്യത്തിൽ നടന്നൊരു കൊലപാതകത്തിൽ, ഏറെ വിവാദമായ സമ്പൂർണ്ണ ലോക്ഡൌൺ സമയത്ത് നടന്നൊരു കൊലപാതകത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതി രാജേന്ദ്രൻ, തമിഴ്നാട് തോവാളം സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അലങ്കാര വിൽപ്പനശാലയിലെ ജീവനക്കാരിയായ നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിനി വിനീത 38 വയസ്സുകാരിയായിരുന്നു. ഇവരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേന്ദ്രൻ തോവാളം സ്വദേശി, മുൻപ് 3 കൊലപാതകങ്ങൾ ചെയ്തതുമായിട്ടുള്ള തോവാളം സ്വദേശി, അയാളുടെ 4ാമത്തെ കൊലപാതകമായിരുന്നു. രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 2022 ഫെബ്രുവരി 6-ന് പട്ടാപ്പകലായിരുന്നു സംഭവം. അലങ്കാരച്ചെടി കടയ്ക്കുള്ളിൽ വെച്ച് രാജേന്ദ്രൻ വിനീതയെ കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു കേസ്. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവർന്നതിനായിരുന്നു കൊലപാതകം. ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരുന്ന രാജേന്ദ്രൻ പണത്തിന് ആവശ്യം വന്നപ്പോൾ കൊലപാതകം നടത്തി എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ പ്രോസിക്യൂഷന്റെ അടക്കം കോടതിയിലെ പ്രധാനപ്പെട്ട വാദം. സമാന രീതിയിൽ രാജേന്ദ്രൻ തമിഴ്നാട് വെള്ളമടം സ്വദേശിയും കസ്റ്റംസ് ഓഫീസറുമായ സുബ്ബയ്യൻ ഭാര്യ വാസന്തിയുടെ 13 വയസ്സുകാരെ വളർത്തുമകൾ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി ഹോട്ടൽ തൊഴിലാളിയായി തിരുവനന്തപുരത്തേക്ക് എത്തിയതായിരുന്നു. ശേഷം പെരൂർക്കടയിൽ താമസിക്കുകയും അമ്പലമുക്കിലെ കടയിലെ ജീവനക്കാരിയായ വിനീതയെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ഹൃദ്രോഗബാധിതനായി ഭർത്താവ് മരിച്ചതിനെ തുടർന്നാണ് ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ വിനീത അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിൽ ജോലിക്ക് വന്നത്. കൊല്ലപ്പെടുന്നതിന് 9 മാസം മുൻപായിരുന്നു അവർ ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് എത്തിയത്. സമ്പൂർണ്ണ കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ദിവസം ചെടികൾ നനയ്ക്കുന്നതിനാണ് വിനീത കടയിലെത്തിയത്. ഈ ചെടി വാങ്ങാനെന്ന വ്യാജേനയാണ് കടയിലെത്തിയ രാജേന്ദ്രൻ. ചെടികൾ കാണിച്ചു കൊടുത്ത ശേഷം വിനീതയെ പിന്നിൽ നിന്ന് വട്ടം ചുറ്റി പിടിച്ച കഴുത്തിൽ കത്തി കൊണ്ട് കുത്തിയിറക്കിയത്. ഇയാൾ നടത്തിയ കൊലപാതകത്തിന്റെ രീതി അടക്കമുള്ള കാര്യങ്ങൾ അന്ന് വലിയ ചർച്ചയായിരുന്നു. ഇരയ്ക്കൊന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ സ്വനപേടകത്തിൽ വോക്കൽ കോഡിൽ ആഴത്തിൽ മുറിവുണ്ടാക്കി രാജേന്ദ്രൻ കൊലപ്പെടുത്തി എന്നുള്ളത് പോലീസിനെ പോലും ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. ശേഷം ഇയാൾക്കായി പോലീസിന്റെ തിരച്ചിൽ വ്യാപകമാക്കി. അങ്ങനെ പിന്നീട് ഈ തമിഴ്നാട്ടിലെ കാവൽക്കിണറിന് സമീപത്തെ ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിയവെയാണ് ഫെബ്രുവരി 11-ന് സംഭവം നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 11-ന് പെരൂർക്കട പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഈ ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളെ ആശ്രയിച്ചായിരുന്നു പ്രോസിക്യൂഷൻ വാദം നടത്തിയത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന പാതയുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ കോടതിയിൽ അവരുടെ വാദമുയർത്തി. മാത്രവുമല്ല, ഇയാൾ നടത്തിയ ഈ വോക്കൽ കോഡിന് കുത്തിക്കൊലപ്പെടുത്തുക എന്നുള്ള സമർത്ഥമായ രീതി അടക്കം വിചാരണ ഘട്ടത്തിൽ പലപ്പോഴും പ്രോസിക്യൂഷൻ ഒരു വലിയ തുരുമ്പ് അവരുടെ ഒരു പിടിവള്ളിയായി ഉപയോഗിച്ചിരുന്നു. കാരണം നേരിട്ട് ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. 118 സാക്ഷികളിൽ 96 പേരെയാണ് സാക്ഷിയാക്കി വിസ്തരിച്ചത്. പ്രതിയുടെ സഞ്ചാരം വ്യക്തമാക്കുന്നതിന് മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ CCTV ദൃശ്യങ്ങൾ അടക്കം 12 പെൺഡ്രൈവുകളും 7 DVD-യും 222 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയാണ് വാദം അവസാനിപ്പിച്ചപ്പോൾ പ്രതി രാജേന്ദ്രൻ ഒരു കൊടും കുറ്റവാളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം മുൻപും ഈ അമ്പലമുക്ക് വിനീത കൊലപാതക കേസിന് മുൻപും തമിഴ്നാട്ടിലെ തോവാളം, കന്യാകുമാരി ജില്ലയിലെ തോവാളം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് സമാനമായ 3 കൊലപാതകങ്ങൾ നടത്തി. അതിൽ ബ്രൂട്ടലായത് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ വളർത്തുമകളെ അഭിശ്രീ എന്ന് പറയപ്പെടുന്ന 12 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ രീതിയായിരുന്നു. നിലത്തെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അന്നേ തമിഴ്നാട്ടിൽ വലിയ വിവാദമായ സംഭവമായിരുന്നു. ജാമ്യത്തിലിറങ്ങി പുറത്തിറങ്ങി തിരുവനന്തപുരം പെരൂർക്കടയിൽ ഹോട്ടൽ തൊഴിലാളിയെ എത്തിയാണ് അമ്പലമുക്ക് അലങ്കാരച്ചെടി വിൽക്കുന്ന കടയിലെ ജീവനക്കാരിയായ വിനീതയെ സമ്പൂർണ്ണ ലോക്ഡൌൺ സമയത്ത് കഴുത്തിൽ കൂടി കൈചുറ്റി പിന്നെ വോക്കൽ കോഡിന് കത്തി കുത്തി ഇറക്കി കൊലപ്പെടുത്തിയത്.